ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ജസ്നാസ് കുക്ക്ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പി നോക്കാം. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്നൊരു വിരുന്നാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഒരു സ്വീറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബിസ്ക്കറ്റും പിന്നെ ഒന്ന് വാനില ഫ്ലേവർ ആയിട്ടുള്ള സാധാരണത്തെ ഓറിയോ ബിസ്ക്കറ്റുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിൽ ചോക്ലേറ്റ് ഫ്ലേവറുള്ള അതായത് ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് എന്തായാലും നമ്മൾ എടുക്കണം. പിന്നെ മറ്റേ ബിസ്ക്കറ്റിന് പകരമായിട്ട് നമ്മുടെ സാധാരണ ബിസ്ക്കറ്റിൻ്റെ ക്രീം ബിസ്ക്കറ്റ് ഇതുപോലത്തത് എടുത്താലും മതി. ഇത് രണ്ടും ഞാൻ 20 എണ്ണമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ബ്ലാക്ക് ഓറിയോ ബിസ്ക്കറ്റ് 20 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. വൈറ്റ് ഓറിയോ ബിസ്ക്കറ്റ് 20 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മുടെ വൈറ്റ് കളർ ബിസ്ക്കറ്റ് ആദ്യം ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നിർത്തി വേണം നമ്മളിത് അടിച്ചിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഒറ്റയടിക്ക് നമ്മൾ അടിച്ച് പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഇത് ഒരുമിച്ച് അത് കട്ട് ചെയ്ത് പോകും. അതിൻ്റെ ഉള്ളിൽ ക്രീം ഉള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് ഇട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഓറിയോ ബിസ്ക്കറ്റും ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ അതും നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ടൈപ്പ് ബിസ്ക്കറ്റും ഞാനിപ്പോൾ ഇവിടെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ചെടുത്ത വൈറ്റ് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആ പൗഡറിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ പാൽപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കാരമൽ സോസാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു നിർബന്ധവും ഇത് ചേർക്കണം എന്നുള്ളത് കേട്ടോ. പിന്നെ ഇത് അധികം ചേർക്കരുത്, കാരണം മധുരം കൂടിപ്പോകും. 1 ടേബിൾ സ്പൂൺ തന്നെ അതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് പാല്, അതായത് തിളപ്പിച്ച് ആറിയ പാലെടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം കൈ വെച്ചിട്ട് ഈ പാൽപ്പൊടിയും ബിസ്ക്കറ്റിൻ്റെ പൊടിയും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. അതിനുശേഷം 1-2 ടേബിൾ സ്പൂൺ പാല് നമ്മൾ ആദ്യം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് കുഴച്ചെടുക്കണം. പാല് ഒറ്റയടിക്ക് ചേർക്കരുത്. ഇതുപോലെ ആവശ്യാനുസരണം മാത്രം നമ്മൾ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ ഇതിലേക്ക് വേറെ നെയ്യോ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. കാരണം ആ ക്രീമുണ്ട്, നമ്മുടെ ക്രീം ബിസ്ക്കറ്റ് അല്ലേ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്രീം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു എണ്ണമയമൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് അത് മതി കുഴച്ചെടുക്കാനായിട്ട്. അതുപോലെ പാലും കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മളിത് കുഴച്ചെടുത്തിട്ട് നല്ലൊരു മാവാക്കി നമ്മളിതിനെ മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ വൈറ്റ് ബിസ്ക്കറ്റിൻ്റെ കൊണ്ടുള്ള ആ ഒരു ഡോ നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബ്ലാക്ക് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ കൈവച്ച് മിക്സ് ആക്കിയതിന് ശേഷം പാലൊഴിച്ചിട്ട് അതും നമ്മൾ നേരത്തെ ചെയ്തെടുത്തതുപോലെ തന്നെ കുഴച്ച് നല്ലൊരു മാവാക്കി നമ്മൾ എടുക്കുക. പിന്നെ ഈ ബ്ലാക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി ചോക്ലേറ്റ് പൗഡറും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി കയ്യുമ്പോൾ ഒരു ഇത്തിരി നെയ്യാക്കിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ മാവിന്ന് ബ്ലാക്ക് കളറായിട്ടുള്ള ഓറിയോൻ്റെ ആ ഒരു മാവിന്ന് കുറച്ച് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് ഒരു കുഞ്ഞു ബോളാക്കി എടുക്കുക. കാരണം ഈ ഒരു വലിപ്പേ വേണ്ടു കേട്ടോ. ബോളിൻ്റെ വലിപ്പം കൂട്ടണ്ട. ഈ ഒരു വലിപ്പത്തിലുള്ള ബോളാക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എല്ലാതും നമുക്ക് എടുത്ത് ഉരുട്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ബോൾസാക്കി പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള വൈറ്റ് ഓറിയോയുടെ ആ ഒരു മാവിനും ഇതുപോലെ തന്നെ കുഴച്ച് നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ 2 ബോൾസും ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക. ഇതിൽ ഇപ്പം ഞാൻ വെക്കുന്നത് പോലെ നമ്മുടെ ബോൾസ് വെക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് ഇത് നന്നായി ഇത് എല്ലാ സൈഡിൽ നിന്നും അങ്ങ് പ്രസ് ചെയ്യാം. അതായത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിത് പരത്തി കൊടുക്കാൻ വേണം. എന്നിട്ട് ഇതെല്ലാ സൈഡിൽ നിന്നും നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുക. നല്ല സിമ്പിളായാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടേത് ഏതാണ്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. കണ്ടില്ലേ? അതായത് കയ്യിലെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ പ്രിപ്പയർ. ഇതിൻ്റെ കട്ടിയിൽ വേണോ കനം കുറവിൽ വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതുപോലെ നമ്മൾ
4 വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 വെച്ചിട്ടും ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്കത് ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ എടുക്കാം. അപ്പോൾ അതേ നമ്മുടെ എല്ലാതും ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പി അല്ലേ? തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കാൻ വേണം. നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.